ഹലോ എന്താ കേശമ്മാവ? എന്നോട് ചെയ്യരുതായിരുന്നോ? ഞാൻ എന്ത് ചെയ്തു? നിങ്ങൾ എന്താ കിതക്കുന്ന കാര്യം പറ. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഓടുന്നുണ്ടല്ലോ. എന്നാ പോലീസിനെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി കേരള പോലീസിലല്ല പോലീസിനോട് കൊണ്ട് നിരത്തിയേക്കാണല്ലോ നിങ്ങള്. ഒരു നന്ദിയുണ്ടാ? ഞാൻ ഇത്ര നാളെ ഫ്ലോറിൽ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതല്ലേ? അല്ല ചൂടാവല്ലേ അമ്മാവ, ഇത് 30 സ്കൂളിലുള്ള സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ പിള്ളേർ വന്നിരിക്കുന്നതാണ്. അവർക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല. നിങ്ങളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ വല്ല NIA-യോ ED-യോ ആ ലെവലിൽപ്പെട്ട ആൾക്കാരൊക്കെ വരണ്ടേ? പട്ടാളം എന്നെയാലേ കിട്ടുള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യ്, തിരിച്ചു വാ പിള്ളേരാട്ടോ, തിരിച്ചു വാ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നിങ്ങൾ തമ്മിൽ അറിയോ? അല്ല, ഞാനത് പറയാൻ വേണ്ടി വരെയായിരുന്നു. ചേട്ടൻ എന്നെ ഓർക്കുന്നുണ്ടോ? നമ്മളന്ന് എവിടെയെങ്കിലും വെച്ച് കണ്ടതായിട്ട് ഓർമ്മയില്ലല്ലോ. ഇല്ല, കളമശ്ശേരി സീപോർട്ട് എയർപോർട്ട് റോഡിൽ വെച്ച് നമ്മൾ ഒരു മീറ്റ് ചെയ്തായിരുന്നു. സീപോർട്ട് എയർപോർട്ട് റോഡാ? എയർപോർട്ട് റോഡിൽ. ചേട്ടാ അതിൽ യാത്ര ചെയ്തിട്ടില്ല? ആ വഴി യാത്ര ചെയ്തല്ലേ? ചെയ്തിട്ടുണ്ടാവും. അന്ന് ചേട്ടൻ വണ്ടിക്ക് പോകുമ്പോ തൊട്ട് ചേർന്ന് ഞാനൊരു സ്കൂട്ടറിൽ വന്നിട്ട് അവിടെ വെച്ച് നമ്മൾ കുറച്ചു നേരം സംസാരിച്ചു. ചേട്ടൻ ഡ്രൈവിംഗ് സംസാരിക്കും? പുറത്തു പോകണോ? ഞാൻ ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് സംസാരിക്കാറേ ഇല്ല. അങ്ങനെ പറയല്ല, ഞാൻ തെളിവ് തരാം. എന്താ? അന്ന് സീപോർട്ട് എയർപോർട്ട് എനിക്ക് തോന്നുന്നു അന്ന് ഒരു തിങ്കളാഴ്ച ദിവസം വരുന്നു 10:45 ടൈം. ഞാൻ ചേട്ടന്റെ സൈഡിൽ കൂടി വന്നിട്ട് ചേട്ടൻ നോക്കി തന്നെ വന്നുകൊണ്ട് ഹേ മുണ്ടാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോ ചേട്ടാ ഗ്ലാസ് താത്തിയിട്ട് എന്റെ അടുത്ത് നേരെ നോക്കി വണ്ടി ഓടി ഓടിക്കണം പറഞ്ഞു. കൂടാതെ എന്റെ അച്ഛനെയൊക്കെ സ്മരിച്ചുകൊണ്ട് കുറച്ച് ഡയലോഗ് അടിച്ചു. എന്താ വന്ന കാര്യം പറയാതല്ലേ? വന്ന കാര്യം എന്ന് പറയാൻ പിഷാരടി, ഞാൻ കുറെ നാളുകളായി നമ്മളിവിടെ തന്നെയാണല്ലോ, വേദിയിലുണ്ട്. പക്ഷെ നമുക്ക് മുന്നോട്ടൊരു സാമ്പത്തികമായിട്ടൊന്നും നേട്ടമില്ല. എനിക്ക് പോലും ഇല്ല. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഞാനിപ്പോ ഈ കാലഘട്ടത്തിനെ പറ്റി ഒരു സംഭവമായിട്ട് ഇറങ്ങി. ഞാൻ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. ലോകം മുഴുവൻ സ്റ്റാർട്ടപ്പുകളുടെ ഒരു കാലമാണ്. പല ചെറുപ്പക്കാരും അതിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ അമ്മാവനും ഈ പ്രായത്തിൽ അതിലേക്ക് ഇറങ്ങിയതിൽ വളരെ സന്തോഷം. നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് മോളെ, ഉണ്ട്. ഇപ്പൊ ഞാൻ തുടങ്ങി. കേശവം മാത്രമാണ്. കേശവ് മാത്രമാണ്? പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങിയ കേശവ് മാത്രമാണ് ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവാനാ? അല്ല, കേശവം മാത്രമാണെന്നല്ല, പിന്നെ നമ്മൾ ഈ കല്യാണത്തിന്റെ ഒരു സംഭവം വെച്ചിട്ട് ഒരു സംഭവം തുടങ്ങുന്ന ഒരു കമ്പനി മാട്രിമോണി. അപ്പൊ അങ്ങനെ സംഭവം സ്റ്റാർട്ട് നല്ല രീതിയിൽ പോകുന്നു. ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ എങ്ങനെ നിങ്ങളുടെ വെബ്സൈറ്റ് ഒക്കെ ആക്റ്റീവ് ആണോ? പ്രൊഫൈൽസ് ഒക്കെ എല്ലാവരും സൈറ്റില് അവര് വന്ന് കയറാറില്ല. ഞാൻ അവര് ഉള്ള സൈറ്റിൽ ചെന്നിട്ട് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഉറപ്പിക്കുന്ന പരിപാടി. ആലോചനകളൊക്കെ ആയോ? അപ്പൊ ആലോചന അതാണ് ഞാൻ അതിലേക്ക് വരുന്നത്. അപ്പൊ ഡയാനമോളാണെങ്കിൽ ഫ്ലോറിൽ പ്രോഗ്രാം നിറഞ്ഞു നിൽക്കുന്നു. അവള് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഷോ ആണ്. അല്ല, പുര നിറഞ്ഞു നിൽക്കുന്ന അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഡയാനമോളെ ഒരുത്തിന് ഇഷ്ടപ്പെട്ടു. നല്ല കുടുംബം. അപ്പൊ അവരുമായിട്ടൊരു സെറ്റിൽമെന്റ് ആയാ കൊള്ളാമെന്ന് എനിക്ക് മാമന് തോന്നി. എനിക്ക് അതല്ല, ഇത്രയും നാള് കുഞ്ചേട്ടാ ഇവിടെ ആര് വന്നാലും കല്യാണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഡയാന. ഇപ്പൊ അവൾ അങ്ങനെ ഒന്നും സമ്മതിച്ച സ്ഥിതിക്ക് നമുക്ക് എവിടെയോ പ്രശ്നമുണ്ട് കേട്ടോ. സന്തോഷം കണ്ടില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, അവരോട് നാളെ വരാൻ പറ. ഈ നാളെ വരാൻ പറയാൻ പറ്റില്ല, കാരണം ഞാൻ 10,000 രൂപ അഡ്വാൻസ് മേടിച്ചു കഴിഞ്ഞത്. ഇന്ന് വരണം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഒരു പെർഫോമൻസ് കഴിയുമ്പോ അവരോട് വരാൻ പറ. വിളിച്ചോണ്ടല്ലേ? ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ, ഒരു പരിപാടി നടക്കണ്ടേ? ഓക്കെ. ഡയാനയുടെ മുഖമൊക്കെ അങ്ങ് ബ്ലഷ് ചെയ്ത് അല്ലേ? അയ്യോടാ, ഒരു സൂര്യകാന്തി പൂ പോലെ അങ്ങ് വിരിഞ്ഞു നിൽക്കുകയാണ്, എങ്ങോട്ടാ തിരിയണ്ടെന്ന് അറിയാതെ. നോക്കെ, നല്ല ചെറുക്കനാണ്, നമുക്ക് ആലോചിക്കാം ഡയാനെ. എന്തോ മറ്റേ നമ്മൾ പറഞ്ഞ പാർട്ടി എത്തിയിട്ടുണ്ട്. അമ്മാവ നമ്മുടെ കൂടെയുള്ളൊരു പെങ്കൊച്ചാണ്, അതുകൊണ്ടാണ് ഇതിനൊക്കെ സമ്മതിക്കുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യും, ഞാനെല്ലാം നല്ലതിനല്ലേ. രണ്ട് കാര്യമാണ്, ഒന്ന് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന്റെ ആദ്യത്തെ കല്യാണം, രണ്ട് നമ്മുടെ ഡയാനയുടെ കല്യാണം. തീർച്ചയായിട്ടും അല്ലേ കുഞ്ചൻ ചേട്ടാ? അതാണ്. അവര് വന്നിട്ട് അവരെ വിളിക്കാറ് അതെ. എന്തിനെങ്ങനെ കാണിച്ചിട്ട് പോരിങ്ങട് നിങ്ങളുടെ വീടല്ലേ ഇനി ഇത്.
കേശവമാമ ആ. നാണിച്ചതല്ല, ആ. ഇത്രയും വെട്ടം വെളുത്തുള്ളതൊക്കെ കണ്ടപ്പോഴേ കണ്ണു മഞ്ഞളിച്ചു പോയി. ഇത് സാധാരണ വീട് പോലെ അല്ലല്ലോ, അതാണ്. നമസ്കാരം. ബന്ധുമിത്രാദികൾ എല്ലാവരും വീടൊക്കെ ഇതെല്ലാം നിങ്ങൾക്ക് ഉള്ളതാണ്. ഇത് കഴിഞ്ഞാല് കാരണം അവള് കളിച്ചു വളർന്ന ഒരു ഇവിടെ ഉള്ളതൊക്കെ ഇവിടെ ഉള്ളതെല്ലാം ഡയാനയ്ക്കും കൂടെ. ഈ ഇരിക്കുന്ന പോലീസുകാരും ഈ കുഞ്ചൻ സാറിനൊക്കെ അല്ല ഈ വിളക്ക് വരെ അല്ലല്ല ഇവരുണ്ടാവൂല, കാരണം ഇവര് ഇപ്പൊ ഗസ്റ്റ് ആയിട്ട് വന്നാലും ഇവര് എന്തൊക്കെ കിട്ടിയാലും നമുക്ക് ഈ വീട് വേണ്ട. ഏയ് ഇത്രയും ബൾബിനൊക്കെ നമ്മള് കറണ്ട് അടിക്കണേ സ്വന്തമായിട്ടൊരു മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കേണ്ടി വരും. മനസ്സിലായോ? കറണ്ട് ബില്ല്. കറണ്ട് ബില്ല് പുതിയ ബഡ്ജറ്റിൽ പിന്നെയും കൂട്ടിയിട്ടുണ്ട്. അപ്പൊ വീട് ഒഴിവാക്കാം, നമുക്ക് സ്ഥലം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അങ്ങനെ കാശ് മേടിച്ചിട്ടുള്ള കല്യാണം അല്ലല്ല, പരമ്പരാഗതമായിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് ഞങ്ങളുടെ കുടുംബക്കാരെ പാരമ്പര്യമായിട്ട് തന്നെ കൊടുക്കലോ, വാങ്ങലോ അതിനെ കുറിച്ച് ഒന്നുമില്ല. അല്ല പിഷാരടി, നാട്ടു നടപ്പ് അങ്ങനെയാണല്ലോ. അങ്ങനെ നടക്കണ്ട ഇതില്ലേ, അതുകൊണ്ടാ ഇതങ്ങനെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. നമ്മള് ചില വിട്ടുവീഴ്ചകൾക്ക് നമ്മൾ ചിലപ്പോ ഒന്ന് ഒരുങ്ങേണ്ടി വരും. വേറൊന്നല്ല, ആ പുള്ളിയില്ലേ ഇടയ്ക്ക് ഓരോ കൗണ്ടറും കഥകളൊക്കെ അവിടെ നിന്ന് പറയും. ഷാരടി നമ്മൾ ആദ്യമായിട്ട് കേട്ട പോലെ കൈയടിച്ച് ചിരിച്ചാണ് കൊടുത്തേക്കാം. അതെന്താ കേശവമാമ ഇത്രയും ചിരിച്ചൊരു തമാശ അവരെന്തോ പറഞ്ഞല്ലോ? എന്താ ഇപ്പൊ പറഞ്ഞത്? എന്തോ തമാശ എന്തോ പറഞ്ഞല്ലോ അവര് ചിരിക്കുന്ന, എന്താ പറഞ്ഞത്? ഇപ്പൊ എന്താ പറഞ്ഞത്? ഇതൊന്നും പറഞ്ഞല്ലോ. ചിരിക്കല്ലേ? ഇപ്പൊ ചിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആക്ട് ചെയ്യണമെന്ന് പുള്ളി വിചാരിക്കും. വിളിച്ചോട്ടെ, അല്ല പെണ്ണിനെ വിളിക്കാം നമുക്ക്. എന്നാ കുഞ്ഞൻ ചേട്ടൻ തന്നെ മോളെ ഡയാനെ ഒന്ന് വിളിച്ചാൽ അവള് വരും. മോളു ഡയാന. വാവ്. ഇത് കണ്ട ഡയനാമ ഡൈനാമല്ല ഡയാന. 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 ആ. മോളെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് തിരിഞ്ഞ് മോളെ കാണിക്കണതിനാ. നാണമുള്ള കുട്ടിയാ. എടുത്തോ. ഷുഗർ അല്ലേ? പേര് കൊള്ളാം, നല്ല പേരാണ്. നമ്മളല്ലേ ആള്. എത്ര പേരെ പഠിച്ചു? ഗ്രാജുവേറ്റ് ആണ്. ആദ്യമായിട്ടാണോ? അല്ല, ഗ്രാജുവേറ്റ്. ആദ്യമായിട്ടല്ല, ഗ്രാജുവേറ്റ്. മാമ നീ മാമാന്ന് അങ്ങനെ വിളിക്കലുണ്ടോ? ഒറ്റത്തങ്ങ് വിളിച്ചാ പോരെ മാമന്ന്. നീ അങ്ങനെ വിളിക്കുമ്പോ എനിക്ക് തന്നെ ഉള്ളിൽ എന്തോ ഒരു നോവ് തന്നെ എനിക്ക്. അല്ല, ചായ. കേശവമാ ബ്രോക്കറെ. അയ്യോ, ഞാനല്ല ബ്രോക്കർ. കണ്ണെടുത്ത് വെക്ക്. കണ്ണയുടെ എനിക്കൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ട്. അല്ല, നിങ്ങളിപ്പോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ, നീ അവര് സംസാരിക്കട്ടെ. ഞാൻ കൊച്ചിനോടൊരു കാര്യം, ഒരു പെൺകുട്ടിയുടെ മനസ്സ് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. പല കല്യാണങ്ങളും കുഞ്ചൻ സാറേ, പല കല്യാണങ്ങളും കല്യാണം കഴിഞ്ഞതിന് ശേഷം തകർന്നു പോകുന്ന പെൺകുട്ടിയുടെ മനസ്സ് നമ്മൾ ചോദിച്ചറിയാറില്ല. അതെ 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 അതെ, അതാണ്. അപ്പൊ അല്ല, അച്ഛനൊരു പുരോഗമനവാദിയാണ്. എന്നാ ചോദിച്ചോട്ടെ ഒരു സെക്കൻഡ്. എല്ലാവർക്കും ഡയാന മോളെ, സ്വാഭാവികമായിട്ടും മോൾക്കും ഒരു സങ്കല്പം ഉണ്ടാവുമല്ലോ ഭർത്താവിനെ കുറിച്ച്. അതെന്താണ്? എല്ലാവരും മുമ്പിൽ വെച്ച് പറഞ്ഞു. എനിക്ക് ദേഷ്യമൊന്നും വേണ്ട, പാടില്ല. പിന്നെ നല്ല ക്ഷമ വേണം. നല്ല ക്ഷമയുള്ള ആളാണെങ്കിൽ ബിവറേജിന്റെ മുന്നിൽ ക്യൂ നിൽക്കുന്ന ആരെങ്കിലും ചെന്ന് ആലോചിച്ചാൽ മതി. ഇത് ആ ബിവറേജിന്റെ തമാശക്കുള്ള ശരിയല്ല, നിങ്ങൾ ആക്കി ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ആക്ട് മനസ്സിലായതാണ്ടാ ഞാൻ പറഞ്ഞില്ലേ, അഭിനയിച്ചായിട്ട് തോന്നി. ആരാണ് ഭീകരനായിരിക്കണത്? 10 തലയാ ഇവന്. രാവണനാണ് അസല് രാവണൻ. വിശന്ന് കയറി ആർത്തിയോടെ വന്ന് ഞങ്ങൾക്ക് കുടിക്കാൻ ഒരു കപ്പ് ചായയും തിന്നാൻ ലഡുവും തന്ന ആ കൊച്ചിന്റെ മനസ്സുണ്ടല്ലോ, അതാടോ ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശ്രീധനം. ഈ വയ്യാത്ത പട്ടി കയ്യാലെ കയറേണ്ട ഒരാവശ്യമില്ല കേട്ടോ, നിർത്തിയത്. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. മോന്റെ വിദ്യാഭ്യാസം ഇതുവരെ ഉണ്ട്? അല്ല, ഞാൻ ബിടെക്കാണ്. എന്തോ? ബിടെക്കാണ്. ബിടെക്കാണല്ലോ. എത്ര വയസ്സായി? 35. എത്ര രൂപ ശമ്പളം കിട്ടുന്നുണ്ട്? ശമ്പളം ഒരു 40. ഡെയിലി വേജസ്? ഡെയിലി അല്ല, മന്ത്ലി കിട്ടുന്നുണ്ട് അല്ലേ? പഠിച്ചു കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് തന്നെ ജോലി കിട്ടി അല്ലേ? ജോലി കിട്ടി. വീട്ടില് നിങ്ങൾ രണ്ടുപേരും മാത്രം അങ്ങനെയാണ്? അല്ല, എന്റെ ഭാര്യയും പിള്ളേരും ഉണ്ട്. ആരാത്? അല്ല, എന്റെ ഭാര്യയും പിള്ളേരും. മൂത്തവൻ 7, രണ്ടാമത്തവൻ 5. എടോ, താൻ എന്നാ തോന്നിയാ പറയുന്നത്? തനിക്കൊരു ഭാര്യയും 2 പിള്ളേരും ഉണ്ടായിട്ടാണോ രണ്ടാമത് പെണ്ണ് കാണാൻ വേണ്ടി വന്നത്? അവനല്ല, പിന്നെ എനിക്കാണ്.
ഞാനാണ് ചെക്കൻ. ഇവിടെ പടുകളവ താൻ എന്റെ അച്ഛൻ്റെ കൂടെ പഠിച്ചല്ലോ താൻ. അതിനെന്താ കുഴപ്പം? വിലാസിന് മരിച്ചതിന് ശേഷം ഞാനൊരു പെണ്ണ് കെട്ടാതെ ഏകനായിട്ട് നടക്കാറുണ്ട്. അപ്പോഴാണ് ഇവനൊരു പെണ്ണിനെയും കെട്ടി എന്റെ കുടുംബത്ത് വന്നത്. അപ്പൊ എനിക്കൊരു പൂതി തോന്നി. ഇത് നടക്കൂല, ഇത് നടക്കൂല. എന്റെ അല്ല ഞാനപ്പൊ നീ എന്തിനാ പിന്നെ എന്റെ 10,000 രൂപ മേടിച്ചെടുത്ത് എന്തിനാ? കൂടുതൽ സംസാരം ഒന്നും വേണ്ട. പൊക്കെ, പൊക്കെ, പൊക്കെ. അതെ, എന്റെ 10,000 രൂപ പെണ്ണ് കാണിച്ചാൽ 10,000 രൂപ മേടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒന്നുമില്ല. അവനല്ല എന്നെ പിടിക്കാൻ. മോളെ ആ സ്റ്റെപ്പ് വരെ ഒന്ന് ഈ അമ്മാവന് ഉണ്ടാക്കി തരുമോ? അപ്പൊ ഞങ്ങൾ തനിയെ പോയാ മതി. ആ ഇതാ ഞാൻ പറഞ്ഞു എനിക്കൊരു കൂട്ടു വേണോ. മോനേടാ.